സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ബയോളജിയുടെ പുതിയ SSCRTയുടെ 3ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാമത്തെ ലെസൺ ആയിട്ടുള്ള ജീവന്റെ കുഞ്ഞറകൾ, അതായത് കോശം, അതിനെ കുറിച്ചിട്ടാണ്. സ്റ്റാൻഡേർഡ് 6ലെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ സിലബസില് PSCക്ക് നമ്മുടെ ബയോളജിയിൽ പറഞ്ഞിരിക്കുന്ന സിലബസ് ഏതൊക്കെയാണ്? മനുഷ്യ ശരീരം എന്ന ടോപ്പിക്കിൽ വരുന്നതാണ്. ഇന്ദ്രിയജാലം, നിവർന്നു നിൽക്കാൻ, ജീവന്റെ കുഞ്ഞറകൾ, ഇനി ബാക്കി ലെസൺസ് ഉണ്ട്. അതിൽ നമ്മൾ ഇന്ദ്രിയജാലം എടുത്തു കഴിഞ്ഞു, നിവർന്നു നിൽക്കാൻ എടുത്തു കഴിഞ്ഞു. ഇന്ന് എടുക്കാൻ പോകുന്നത് ജീവന്റെ കുഞ്ഞറകളാണ്. അതേപോലെ തന്നെയാണ് അതിൽ വരുന്ന മറ്റ് ലെസൺസ്. ഇത്രയും ലെസൺസ് ഉണ്ട്. അതേപോലെ പരിസ്ഥിതി ശാസ്ത്രത്തിൽ വരുന്ന ഈ ലെസൺസ് ഫുള്ളുണ്ട്. രോഗങ്ങളും രോഗകാരികളും ഇത്രയും ലെസൺസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരാം കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഓരോരോ ലെസൺ എടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള വിമർശനങ്ങളും ഒക്കെ എഴുതി അറിയിക്കുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പല ഗ്രൂപ്പുകളിലും ഉണ്ടാകും. അതിലൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ കോശം അല്ലേ? കോശമാണ്. അതിനെ കുറിച്ച് നമുക്ക് പഠിച്ചു വെക്കാം. എന്താണ് കോശങ്ങൾ? എന്താണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ. നമ്മുടെ ശരീരം, നമ്മുടെ ഓരോ ശരീരവും നിർമ്മിച്ചിരിക്കുന്ന ഒരു അടിസ്ഥാന ഘടകം ആണ് ഏത് എന്ന് പറയുന്നത്? കോശങ്ങൾ എന്ന് പറയുന്നത്. പ്രീവിയസ് ചോദ്യമാണ്. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം കോശമാണ് കേട്ടോ. ജീവനുള്ള എല്ലാ വസ്തുക്കളും, അത് ഏതാണ്? കോശങ്ങൾ സസ്യങ്ങളിലുണ്ട്, ജന്തുക്കളിലുണ്ട്, മനുഷ്യരിലുണ്ട്. എല്ലാ ജീവനുള്ള വസ്തുക്കളിലും അടിസ്ഥാന ഘടകം ഏതാണ്? കോശമാണ്. മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഇനി കോശങ്ങൾ തെറ്റിക്കില്ലല്ലോ. എന്താ അപ്പൊ നമ്മൾ കോശങ്ങളെ കുറിച്ച് പഠിച്ചത്? എന്താ കോശങ്ങളെ കുറിച്ച് പഠിച്ചത്? നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അത് സെല്ലാണ്. അതേപോലെ ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകവും സെൽസ് ആണ്. മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്. ഇത്രയും പോയിന്റ് അവിടെ ഓക്കെ ആണല്ലോ അല്ലെ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കോശങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല അല്ലെ? എന്തായിരിക്കാം കാരണം? പക്ഷെ നമുക്ക് കാണാൻ കഴിയണമെങ്കിൽ ഏത് ഉപകരണം ഉപയോഗിക്കണം? കോശങ്ങൾ അതിസൂക്ഷ്മങ്ങളാണ്. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് അവ നിരീക്ഷിക്കാൻ കഴിയില്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാൻ നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ ശരീരത്തില് ഇപ്പൊ വായിലോ കയ്യിലോ കാലിലോ വയറിലോ എവിടെയാണെങ്കിലും നമുക്ക് ആ ഭാഗത്തുള്ള കോശങ്ങൾ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇത് കാണാനായിട്ട് സാധിക്കില്ല. നഗ്ന നേത്രങ്ങൾ കൊണ്ടും കാണാൻ കഴിയില്ല, ഹാൻഡ് ലെൻസ് കൊണ്ടും കാണാൻ കഴിയില്ല. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാ ജീവനുള്ള വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം കോശമാണ്. നമ്മുടെ മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിനുള്ള കോശങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് കോശം എന്ന് പറയുന്നത്. ഈ സ്ലൈഡ് ഓക്കെ ആണല്ലോ അല്ലെ? അപ്പോ ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കോശങ്ങൾ കാണുകയാണ് അല്ലെ? അപ്പൊ ആ ഒരു മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഇവിടെ നമുക്ക് പഠിക്കാം. ഐപീസ് എന്താ ഇവിടെ ഈ ഒരു മൈക്രോസ്കോപ്പിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്ക്. ഐപീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ്, നോബുകൾ, ക്ലിപ്പുകൾ, കണ്ടൻസർ, മിറർ, ഇതെല്ലാം എന്താണ്? മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഐപീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ്, നോബ്, ക്ലിപ്പ്, കണ്ടൻസർ, മിറർ. ഓക്കെ ആണോ? ഒരു 4-5 പ്രാവശ്യം സ്വയം മനസ്സിലിരുത്തിയിട്ട് വായിച്ചു നോക്കുക. അപ്പൊ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാലും ആൻസറിലേക്ക് കിട്ടും കേട്ടോ. മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഐപീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ്, നോബ്, ക്ലിപ്പ്, കണ്ടൻസർ, മിറർ.
എന്താണ് ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്? ഏകകോശ ജീവികൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഏകകോശ ജീവികളുണ്ട്, ബഹുകോശ ജീവികളുണ്ട്. ഏകം എന്ന് പറയുമ്പോൾ ഒന്ന്, അല്ലെ? ഒരു കോശം മാത്രമുള്ള ജീവിയാണ് ഏകകോശ ജീവി. അത് ആ വാക്കിൽ നിന്ന് തന്നെ എടുക്കാം. ഒരു കോശം മാത്രമുള്ള ജീവിയാണ് ഏകകോശ ജീവി. കോശങ്ങളുടെ എണ്ണം കുറവായത് കൊണ്ട് നമുക്ക് അവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്. മനസ്സിലായോ? ഒരു കോശം മാത്രമുള്ള ജീവിയാണ് എന്ത്? ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. കോശങ്ങളുടെ എണ്ണം കുറവായത് കൊണ്ടാണ് നമുക്ക് അവയെ എന്ത് ചെയ്യാൻ പറ്റാത്തത്? നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയാത്തത്. എങ്കിൽ ഏകകോശ ജീവികൾക്ക് ഉദാഹരണം ഏതാണ്? പ്രീവിയസ് ചോദ്യമാണ്. പാരമീസിയം, അമീബ, യുഗ്ലീന. അതാണ് ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പാരമീസിയം, ഇതാണ് അമീബ, ഇതാണ് യുഗ്ലീന. ഏകകോശ ജീവികളുടെ പേരെന്തൊക്കെയാണ്? പാരമീസിയം, അമീബ, യുഗ്ലീന. പ്രീവിയസ് ചോദ്യമാണ്, പഠിച്ചു വെക്കണേ. അമീബ, അമീബ, യുഗ്ലീന, അമീബ, യുഗ്ലീന, പാരമീസിയം. അമീബ, യുഗ്ലീന, പാരമീസിയം ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. ഒരു കോശം മാത്രമുള്ള ജീവിയാണ് ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. അവിടെ ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താണ് ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്? ഒന്നിലധികം, ബഹുവാണ് അല്ലെ? അപ്പൊ ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവിയാണ് ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. ധാരാളം കോശങ്ങളുള്ള ബഹുജീവികളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. ഇവിടെ എന്താ പറഞ്ഞത്? ഏകകോശ ജീവിയാണ് അല്ലെ? ഒരു കോശം മാത്രമാണ്. അപ്പൊ ഇവിടെ എന്താ? കുറവായത് കൊണ്ട് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. എന്നാൽ ബഹുകോശ ജീവികളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയും. കാരണം എന്താ? ഒരുപാട് കോശങ്ങൾ ഉള്ളത് കൊണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചു ഏകകോശ ജീവി എന്താണ് എന്ന് പഠിച്ചു. ഒന്ന് കൂളായിട്ട് ഇരുന്നിട്ട് പഠിക്കണം കേട്ടോ. കൂളായിട്ട്, മൈൻഡിന് സ്ട്രെസ് ഒന്നും ഇല്ലാതെ കാമായിട്ട് ക്വൈറ്റ് ആയിട്ട് ഇരിക്കുക, പഠിക്കുക. ഏകകോശ ജീവി എന്താന്ന് ഇനി തെറ്റിക്കാൻ പാടില്ല. ബഹുകോശ ജീവി എന്താന്ന് തെറ്റിക്കാൻ പാടില്ല. ഏകകോശ ജീവിക്ക് ഉദാഹരണം പഠിച്ചു. അമീബ, യുഗ്ലീന, പാരമീസിയം എന്ന് പഠിച്ചു. എങ്കിൽ ബഹുകോശ ജീവിക്ക് ഉദാഹരണങ്ങൾ പഠിക്കണം അല്ലേ? എങ്കിൽ ബഹുകോശ ജീവികൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? നാടവിര, കുളയട്ട, പാറ്റ, നക്ഷത്ര മത്സ്യം, തവള, പരുന്ത്, ഊന്ത്, ആന. ഒക്കെയാണോ? അപ്പൊ ആദ്യം അത് മൂന്നെണ്ണം പഠിച്ചു വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ എന്താണ്? ബഹുകോശ ജീവിയാണെന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും. യുഗ്ലീന, അമീബ, പാരമീസിയം. അമീബ, യുഗ്ലീന, പാരമീസിയം എന്നിവ എന്തിന് ഉദാഹരണമാണ്? ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണം എന്തൊക്കെയാ? നാടവിര, കുളയട്ട, പാറ്റ, നക്ഷത്ര മത്സ്യം, തവള, പരുന്ത്, ഊന്ത്, ആന. ഇനി ബഹുകോശ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ബഹുകോശ ജീവി എന്ന് പറയുമ്പോൾ ധാരാളം കോശങ്ങൾ ഉള്ളതാണ്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ചലനം നടക്കുന്നുണ്ട്, പോഷണമുണ്ട്, ശ്വസനമുണ്ട്, ദഹനമുണ്ട്, വിസർജനമുണ്ട്, പുനരുൽപാദനമുണ്ട്. ഓക്കെ. ബഹുകോശ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ചലനം, പോഷണം, ശ്വസനം, ദഹനം, വിസർജനം, പുനരുൽപാദനം. ഇനി ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളുടേതും പോലെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ? ഉണ്ടോ? ഏകകോശ ജീവിയിലും ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളുടേതുപോലെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടോ? ഏകകോശ ജീവികളിൽ അങ്ങനെ നടക്കുന്നുണ്ടോ? ബഹുകോശ ജീവികളിൽ നടക്കുന്ന എല്ലാ ജീവപ്രവർത്തനങ്ങളും എവിടെയും നടക്കുന്നുണ്ട്? ഏകകോശ ജീവികളിലും നടക്കുന്നുണ്ട്. തെറ്റാൻ പാടില്ല കേട്ടോ. നമ്മൾ പറഞ്ഞത് ഏകകോശ ജീവികളിൽ ഒരൊറ്റ കോശം മാത്രമുള്ളതാണ് ഏകകോശ ജീവി എന്ന് പറഞ്ഞു. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും എന്ന് പറഞ്ഞു. അമീബ, പാരമീസിയം, യുഗ്ലീന ഉദാഹരണമാണ് എന്നൊക്കെ പഠിച്ചു. ബഹുകോശ ജീവികളെത്തി. ബഹുകോശ ജീവികൾ പറയുമ്പോൾ ധാരാളം കോശങ്ങൾ കാണപ്പെടുന്നതാണ് ബഹുകോശ ജീവി എന്ന് പറഞ്ഞു. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും പറഞ്ഞു. ഉദാഹരണങ്ങളൊക്കെ പഠിച്ചു. അതിൽ നടക്കുന്ന ബഹുകോശ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളായ ശ്വസനം, ദഹനം, വിസർജനം, പുനരുൽപാദനം, ഇതൊക്കെ നമ്മൾ പോഷണം, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ആ പ്രവർത്തനങ്ങളെല്ലാം, ജീവൽ പ്രവർത്തനങ്ങളെല്ലാം, ബഹുകോശ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെല്ലാം ഏതിൽ നടക്കുന്നുണ്ട്? ഏകകോശ ജീവികളിലും നടക്കുന്നുണ്ട്. ഒറ്റ കോശം മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട് അവിടെ പ്രവർത്തനം വേറെ ഒന്നുമല്ല. രണ്ടിലും ഏകകോശത്തിലും ബഹുകോശത്തിലും ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒരുപോലെ തന്നെയാണ്. കോശങ്ങളുടെ എണ്ണം നോക്കിയിട്ട് അല്ല. ഏകകോശ ജീവികളിലും എന്ത് ചെയ്യുന്നുണ്ട്? ബഹുകോശ ജീവികളിൽ നടക്കുന്ന എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും ഏകകോശ ജീവികളിലും നടക്കുന്നുണ്ട്. ഏകകോശ ജീവികളിൽ എല്ലാ ജീവപ്രവർത്തനങ്ങളും നിർവഹിക്കുന്നത്
ഒരു കോശം മാത്രമാണ് അല്ലേ? നമ്മൾ പഠിച്ചു ഏകകോശ ജീവി എന്ന് പറയുന്നത് ഒരു കോശം മാത്രം അടങ്ങിയതാണ് എന്ന് പറഞ്ഞു. ഏകം എന്താ? ഒന്ന്. ഏകകോശ ജീവികളിൽ പറഞ്ഞു. പക്ഷേ ഈ ബഹുകോശ ജീവികളിൽ ധാരാളം കോശങ്ങളുണ്ട്. അവയെല്ലാമാണ് ജീവിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എങ്കിൽ ഏകകോശ ജീവികളിൽ എല്ലാ ജീവിൽ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ ഒരൊറ്റ കോശം മാത്രം കൊണ്ട് തന്നെയാണ്. അവിടെ തിരിച്ചല്ലോ, 3 തെറ്റാൻ പാടില്ല. ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ഇനി അതില് തെറ്റ് വരുത്താൻ പാടില്ല. കംഫർട്ടാണോ? ഇത്രയും കാര്യങ്ങൾ കംഫർട്ടായോ? അടുത്ത് നമുക്ക് കിടക്കാം. ഇനി എന്താണ് കോശാംഗങ്ങൾ? ഇനി അടുത്തതിലേക്ക് കിടക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു സെക്ഷൻ നമ്മൾ മാറ്റി. എന്താണ് കോശം എന്ന് പറഞ്ഞു, എന്താണ് ഏകകോശ ജീവികൾ എന്ന് പഠിച്ചു, ഉദാഹരണം പഠിച്ചു, ബഹുകോശ ജീവികൾ പഠിച്ചു, അതിന് ഉദാഹരണം പഠിച്ചു, രണ്ടിലും തമ്മിൽ ജീവിൽ പ്രവർത്തനങ്ങൾ പഠിച്ചു. ഇനി ആ സെക്ഷൻ അവിടെ മാറ്റി. ഓക്കെ, ഇനി അവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. കൺഫ്യൂഷൻ വരികയാണെങ്കിൽ വീണ്ടും ഒരു വീഡിയോ ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് ഒന്നുകൂടി കണ്ടിട്ട് ഇതിലേക്ക് വന്നാൽ മതി കേട്ടോ. ഇനി എന്താണ് കോശാംഗങ്ങൾ? കോശങ്ങൾക്കുള്ളിൽ ഓരോ ധർമ്മം നിർവഹിക്കാനും പ്രത്യേക അംഗങ്ങൾ ഉണ്ട്. ഇവയെ കോശാംഗങ്ങൾ എന്ന് പറയുന്നു. കോശങ്ങൾക്കുള്ളിൽ കാണപ്പെടുന്ന കോശാംഗങ്ങളും വ്യത്യസ്തമാണ്, അവയുടെ ധർമ്മവും വ്യത്യസ്തമാണ്. അപ്പൊ കോശാംഗങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? കോശങ്ങൾക്കുള്ളിലാണ് അല്ലെ? കോശങ്ങൾക്കുള്ളിലാണ് കോശാംഗങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോ എന്താണ്? അവയുടെ ധർമ്മങ്ങളും ഒക്കെ എന്താണ്? വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓരോ കോശാംഗങ്ങളും ഓരോരോ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. മനസ്സിലായോ? ഓരോരോ കോശാംഗങ്ങൾ കാണപ്പെടുന്നത് കോശത്തിനുള്ളിൽ വെച്ചിട്ടാണ്. കോശത്തിനുള്ളിൽ വെച്ച് കാണപ്പെടുന്ന കോശാംഗങ്ങൾക്ക് ഓരോ കോശാംഗങ്ങൾക്കും ഓരോ ധർമ്മങ്ങളാണ് ഉള്ളത്. മനസ്സിലാക്കി വെക്കുക. ഇനി കോശത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓരോ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയസ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം അല്ലെ? കേന്ദ്ര ഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. കോശദ്രവ്യമുണ്ട്, കോശസ്തരം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയോൺ, റൈബോസോം, ഫേനം, ഇതൊക്കെ എന്താണ്? കോശത്തിന്റെ ഭാഗങ്ങളാണ് കേട്ടോ. കോശത്തിന്റെ വിവിധ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ന്യൂക്ലിയസ് പഠിച്ചു വെച്ചോളണം. ന്യൂക്ലിയസിന്റെ കോശത്തിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? കോശത്തിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ന്യൂക്ലിയസ്, കോശദ്രവ്യം, കോശസ്തരം. കോശം എന്നുള്ളതിൽ 2 എണ്ണം. ഓക്കെ, കോശദ്രവ്യവും കോശസ്തരവും. പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും മൈറ്റോകോൺട്രിയോണും, റൈബോസോം, ഫേനം, ന്യൂക്ലിയസ്. മറക്കരുത് കേട്ടോ. അപ്പൊ എത്രണ്ണമായി? 7 എണ്ണമായി കേട്ടോ കോശത്തിൽ കാണപ്പെടുന്ന ഭാഗങ്ങൾ. ഓക്കെ, കോശം എന്ന് പറഞ്ഞു വരുന്ന 2 എണ്ണം, കോശദ്രവ്യം, കോശസ്തരം, പിന്നെ രണ്ടാമത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും മൈറ്റോകോൺട്രിയം, പിന്നെ റൈബോസോമും ഫേനവും ന്യൂക്ലിയസ്. അങ്ങനെ ഈ രണ്ടെണ്ണം സെക്ഷൻ മാറ്റി പഠിക്കണം കേട്ടോ. കോശദ്രവ്യം, കോശസ്തരം 2, അങ്ങനെ 2 എണ്ണം ഒരു സെക്ഷൻ ആക്കി. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും മൈറ്റോകോൺട്രിയോണും, വലിയ വാക്ക് വരുന്ന 2 എണ്ണം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയോൺ 2. പിന്നെ മൂന്നാമത് വരുന്നത് റൈബോസോമും ഫേനവും 3. ന്യൂക്ലിയസ് കേന്ദ്ര ഭാഗമാണ്, മർമ്മമാണ് അല്ലെ ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് ജന്തുകോശത്തിന്റെ ഭാഗം. നമ്മൾ ഇപ്പൊ ഇത്ര നേരം ഇനി നമ്മൾ ആ ഒരു സെക്ഷൻ മാറ്റി. അത് ഇനി അവിടെ കൺഫ്യൂഷൻ വന്നിട്ടില്ല. ഇനി രണ്ടാമത്തെ നമ്മൾ സെക്ഷനിലേക്ക് കടന്നു. കോശാംഗങ്ങൾ, കോശത്തിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാൻ. മനസ്സിലായോ? തെറ്റാൻ പാടില്ല. അപ്പൊ നമുക്ക് ഈ കോശങ്ങൾ എന്ന് പറയുമ്പോൾ കോശങ്ങളുണ്ട്, സസ്യകോശങ്ങളുണ്ട് അല്ലെ? അപ്പൊ നമ്മള് ജന്തുകോശങ്ങളില് ഇപ്പൊ ഇത്രയും നേരം പഠിച്ച ഏതൊക്കെ പഠിച്ചു നമ്മള്? റൈബോസോം, ഫേനം, മൈറ്റോകോൺട്രിയോൺ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശസ്തരം, കോശദ്രവ്യം, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു അല്ലെ? അതില് നോക്കിക്കേ, ജന്തുകോശത്തിന്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും. അതായത് ചില കോശങ്ങൾ സസ്യകോശങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലത് ജന്തുകോശങ്ങളിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഇതിലുള്ളത് അതിലുണ്ടാകില്ല, അതിലുള്ളത് ഇതിലുണ്ടാകില്ല. ഓക്കെ, ചിലത് ഇതിലുള്ളത് ഉണ്ടാകും, അതിലും ഉണ്ടാകും. മനസ്സിലായോ? ചില കോശങ്ങൾ ജന്തുകോശത്തിലും ഉണ്ടാകും, സസ്യകോശത്തിലും ഉണ്ടാകും. എന്നാൽ ചിലത് ജന്തുകോശത്തിൽ മാത്രമേ കാണുകയുള്ളൂ, എന്നാൽ ചിലത് സസ്യകോശത്തിൽ മാത്രമേ കാണൂ. ആ സെക്ഷൻ മാറ്റണം, കാരണം ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നിന്ന് വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് ജന്തുകോശത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഫേനം, റൈബോസോം,
എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയോൺ. ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ജന്തുകോശത്തിൽ വരുന്നതാണ്. നമ്മൾ ഇത്ര നേരം പഠിച്ചത്. അപ്പൊ ഇതിന്റെ ഡ്യൂട്ടീസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. കോശസ്തരം അല്ലെ, ഫസ്റ്റ് എന്താ നമ്മൾ പഠിക്കുന്നത്? കോശസ്തരം. കോശത്തിനെ ആവരണം ചെയ്യുന്നത് കോശസ്തരമാണ്. കോശസ്തരം എന്താണ്? കോശത്തിനെ ആവരണം ചെയ്യുന്നു. പഠിച്ചു വെക്കണേ. സ്തരം, സ്തരം. കോശത്തിനെ ആവരണം ചെയ്യുന്നത് കോശസ്തരമാണ്. ഇനി എന്താണ് കോശദ്രവ്യം? അല്ലെ, ലിക്വിഡ് ആണ് അല്ലെ, ദ്രവ്യം. ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തുന്നത് ആരാണ്? കോശദ്രവ്യമാണ്. ന്യൂക്ലിയസ് ഒഴികെയുള്ളത്, മർമ്മല്ലേ, കോശത്തിന്റെ മർമ്മം എന്നറിയപ്പെടുന്ന ഏതാ? ന്യൂക്ലിയസ് ആണ് അല്ലെ. ആ ന്യൂക്ലിയസ് ഒഴികെ ഉള്ള, ഈ ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ഈ ന്യൂക്ലിയസ് ഒഴികെ ഉള്ള കോശഭാഗങ്ങളെ, ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങൾ ഏത് പറയുമ്പോഴേക്കാ? കോശസ്തരത്തെയും ഫേനത്തെയും റൈബോസോമയും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും മൈറ്റോകോൺട്രിയോണിയും ഒക്കെ കോശഭാഗങ്ങളിൽ അല്ലെ, ഇതിലുള്ള ഈ കോശഭാഗങ്ങളെ ഒക്കെ കോശത്തിനകത്ത് നിലനിർത്തുന്നത് കോശദ്രവ്യമാണ്. ഇനി കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. കോശത്തിന്റെ പ്രവർത്തനങ്ങളെ ഈ മൊത്തം കോശങ്ങളുണ്ടല്ലോ, ഈ മൊത്തം കോശങ്ങളെ നിയന്ത്രിക്കുന്ന മർമ്മം അല്ലെ, ബ്രെയിൻ എന്ന് പറയുന്നത് ഏതാ? ന്യൂക്ലിയസ് ആണ്. കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ഇനി ഫേനം, ജലം, ലവണം, വിസർജ വ്യവസ്ഥ എന്നിവയെ സംഭരിക്കുന്നത് ഫേനമാണ്. ജലം, ലവണം, വിസർജ്യ വ്യവസ്ഥ എന്നിവയെ സംഭരിക്കുന്നത് ഫേനമാണ്. റൈബോസോം, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, നമ്മുടെ കോശത്തിനുള്ളില് പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന കോശാംഗമാണ് ഏത്? റൈബോസോം എന്ന് പറയുന്നത്. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായിട്ട് വർത്തിക്കുന്നത്, കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായി വർത്തിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഇനി മൈറ്റോകോൺട്രിയോൺ, ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ, ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. സെക്ഷൻ മാറ്റണേ, ഓർപ്പിക്കുവാണ്. കോശസ്തരം, സ്തരം, സ്തരം, ആവരണം, സ്തരം, ആവരണം, കോശത്തിനെ ആവരണം ചെയ്യുന്നത്. ദ്രവ്യം എന്താ? കോശദ്രവ്യം. ന്യൂക്ലിയസ് ഒഴികെ ഉള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് വെച്ച് നിലനിർത്തുന്നത് കോശദ്രവ്യമാണ്. എന്നാൽ ന്യൂക്ലിയസ് കോശത്തിന്റെ പ്രവർത്തനങ്ങളെ ടോട്ടലി കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. ഫേനം, ജലം, ലവണം, വിസർജ്യ വ്യവസ്ഥ എന്നിവയെ സംഭരിക്കുന്നത് ഫേനമാണ്. റൈബോസോമ്, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത്, കോശങ്ങളിൽ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത് റൈബോസോമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായിട്ട് വർദ്ധിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. മൈറ്റോകോൺട്രിയോൺ എന്താണ്? ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. മൈറ്റോകോൺട്രിയോൺ എന്താണ്? ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. മൈറ്റോകോൺട്രിയോൺ എന്താണ്? ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലായല്ലോ ജന്തുകോശത്തിന്റെ ഭാഗങ്ങളിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇനി ഓരോന്ന് നമുക്ക് ഇത്ര നേരം പറഞ്ഞത് മുഴുവനായിട്ട് ഒന്നും കൂടി പഠിക്കാം. കോശസ്തരത്തിന്റെ ധർമ്മം എന്താണ്? കോശത്തിനെ ആവരണം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുക. കോശത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭാഗം ന്യൂക്ലിയസ് ആണ്. കോശത്തിലെ ഊർജ്ജനിലയായിട്ട് പ്രവർത്തിക്കുന്നത് ഏതാ? മൈറ്റോകോൺട്രിയോൺ ആണ്. കോശത്തിനുള്ള സഞ്ചാരപാതയായിട്ട് പ്രവർത്തിക്കുന്ന കോശാംഗം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഫേനത്തിന്റെയും റൈബോസോമിന്റെയും ധർമ്മത്തിലുള്ള വ്യത്യാസം എന്താ? ഫേനം എന്താ? ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുക. പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ് റൈബോസോമിന്റെ ധർമ്മം. അത്രയും കാര്യങ്ങൾ നമ്മൾ ഇത്ര നേരം പഠിച്ചു. ഇനി പഠിച്ചു മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് കോശം എന്താന്ന് പഠിച്ചു, ഏകകോശ ജീവികൾ പഠിച്ചു, ബഹുകോശ ജീവികൾ എന്താണെന്ന് സെക്ഷൻ തിരിച്ചു പഠിച്ചു, ജന്തുകോശങ്ങളെ കുറിച്ചിട്ട് പഠിച്ചു, ജന്തുകോശം ഏതൊക്കെയാണ് എന്ന് പഠിച്ചു, അതിന്റെ ധർമ്മങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്തത് സസ്യകോശങ്ങൾ. എങ്ങനെയുണ്ട് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത്? എളുപ്പമാകുന്നുണ്ടാവും അല്ലേ? തോന്നുന്നു നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളെ വീക്ഷിക്കാനായിട്ട് സാധിക്കുന്നു, നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇത്രയും എളുപ്പമായിരുന്നോ ഇത് പഠിക്കാൻ എന്ന് എനിക്ക് തോന്നുന്നു. അത് ഉണ്ടെങ്കിൽ, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. സസ്യകോശത്തിന്റെ ഭാഗങ്ങൾ. അപ്പൊ ജന്തുകോശം മാറ്റിയിട്ടോ, ഇതെല്ലാം നമ്മളിവിടെ ഓക്കെ ആക്കി. ഇനി സസ്യകോശത്തിലേക്ക് കിടക്കാം. സസ്യകോശത്തിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? കോശഭിത്തി, കോശസ്തരം, ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശദ്രവ്യം, മൈറ്റോകോൺട്രിയോൺ, റൈബോസോം, ഫേനം, ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ പഠിക്കാം എളുപ്പം? എങ്ങനെ നമ്മൾ ഇത് എളുപ്പം പഠിക്കും? ജന്തുകോശങ്ങൾ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്നും വരുന്ന സസ്യകോശങ്ങളിൽ കാണുന്ന എക്സ്ട്രാ 2 എണ്ണം മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ പഠിക്കുക. കോശഭിത്തി അല്ലെ, ഒന്ന് ഏതാണ്? കോശഭിത്തിയും
ക്ലോറോപ്ലാസ്റ്റും. ഇത് മാത്രമാണ് നമുക്ക് സസ്യകോശങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നത്, അതായത് ജന്തുകോശങ്ങളിൽ നിന്നും വേറിട്ട് കാണാൻ കഴിയുന്ന രണ്ടെണ്ണം. അത് ഓൺലി എവിടെ മാത്രമേ ഉണ്ടാകുള്ളൂ, സസ്യകോശങ്ങളിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഒരിക്കലും ഇത് ജന്തുകോശത്തിൽ ഈ കോശാംഗങ്ങളെ കാണാനായിട്ട് സാധിക്കില്ല. ഇത് പ്രീവിയസ് ചോദ്യമാണ്. മനസ്സിലായോ? കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റും ഇലകൾക്ക് അറിയാലോ പച്ച നിറം നൽകുന്നത് അല്ലെ, ക്ലോറോപ്ലാസ്റ്റ്. ഹരിതകം അല്ലെ, ഇതെവിടെ ഹരിതകം എന്തിനാ ജന്തുക്കൾ കാണാം, ജന്തുക്കളൊക്കെ പച്ച നിറം അല്ല അല്ലെ, സസ്യങ്ങളല്ലേ. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് മനസ്സിലായല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചതാണ്, ജന്തുകോശത്തിൽ പഠിച്ചതാണ് അല്ലെ. കോശസ്തരം, ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശദ്രവ്യം, മൈറ്റോകോൺട്രിയോൺ, റൈബോസോം, ഫേനം. ഓക്കെ, ഇത്രയും പഠിച്ചു. ഇനി അതിന് എക്സ്ട്രാ പഠിക്കേണ്ടതാണ് കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റും. ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തേ. ഇപ്പൊ കാണുന്ന സമയത്ത് വീഡിയോ ഒന്ന് പോസ് ചെയ്യണം. പോസ് ചെയ്തിട്ട് ഇത് ഓരോന്നിന്റെയും ധർമ്മം നിങ്ങൾക്ക് തനിയെ പറയാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാദ്യം. ഇത് ഓരോന്നിന്റെയും ധർമ്മം തനിയെ പറയാൻ കഴിയുന്നുണ്ടോ? കോശസ്തരം എന്താണ്, ഞാൻ കോശസ്തരത്തിന്റെ ധർമ്മം പഠിച്ചത്. കോശത്തിനെ ആവരണം ചെയ്യുന്നു എന്നാണ് ഞാൻ പഠിച്ചത്. ന്യൂക്ലിയസ്, എന്താ ന്യൂക്ലിയസ് പഠിച്ചത്? സ്വയം ബാക്കിലേക്ക് പോകാൻ പാടില്ല. ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം പറയണം. ന്യൂക്ലിയസ് കോശത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സഞ്ചാരപാത. കോശദ്രവ്യം എന്താണ്, കോശാംഗങ്ങളെ നിലനിർത്തുന്നത് അല്ലെ. മൈറ്റോകോൺട്രിയോൺ എന്താണ്, റൈബോസോം എന്താണ്, ഫേനം എന്താണ്. ഇത് നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം. എങ്കിൽ നമുക്ക് ഇനി ക്ലോറോപ്ലാസ്റ്റും കോശഭിത്തിയും പഠിക്കാനുണ്ട് അല്ലെ. സസ്യകോശം ജന്തുകോശത്തിൽ നിന്നും എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ജന്തുകോശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും ഭാഗങ്ങൾ സസ്യകോശങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ട്. ക്ലോറോപ്ലാസ്റ്റും കോശഭിത്തിയും ആണ് കാണാൻ കഴിയുന്നത്. ഇനി എന്താണ് കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റും? അവിടെ അത് ഓക്കെയാണ്. ബാക്കി കോശാംഗങ്ങളെ കുറിച്ചിട്ട് ധർമ്മം ഒക്കെ പഠിച്ചു വന്നു. ഇനി നമുക്ക് കോശഭിത്തിയും പഠിക്കണം, ക്ലോറോപ്ലാസ്റ്റും പഠിക്കണം. കോശഭിത്തി കോശത്തെ സംരക്ഷിക്കുന്നത് കേട്ടോ. കോശത്തെ സംരക്ഷിക്കുന്നത് കോശഭിത്തിയാണ്. ക്ലോറോപ്ലാസ്റ്റ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. കോശഭിത്തി എന്താണ്, കോശത്തെ സംരക്ഷിക്കുന്നു. ക്ലോറോപ്ലാസ്റ്റ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. പഠിച്ചല്ലോ. അപ്പൊ നമ്മൾ ജന്തുകോശം കഴിഞ്ഞു, സസ്യകോശവും നമ്മൾ കഴിഞ്ഞു. ഇനി ജന്തുകോശത്തിന്റെയും സസ്യകോശത്തിന്റെയും സാമ്യ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള സാമ്യം, സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസങ്ങളും സാമ്യങ്ങളും വ്യത്യാസങ്ങളും നമ്മൾ ഇത്ര നേരം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. കോശത്തിനുള്ളിൽ പ്രധാന കോശാംഗമായ ന്യൂക്ലിയസ് രണ്ടിലുമുണ്ട്. സസ്യകോശത്തിലും ഇത്ര നേരം പഠിച്ചതിനെ ഒന്നും കൂടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിൽ ഇതിൽ എക്സ്ട്രാ ഒന്നും ഇല്ല, നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, രണ്ടിലും എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. രണ്ടിലും ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ഇത് കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ശരിയാണല്ലോ, ആണ്. രണ്ടിലും എന്തുണ്ട്, കോശസ്തരവും കോശദ്രവ്യവും ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇത് ഇവിടെ ഉണ്ട്, ഇത് രണ്ടും ഇവിടെയുണ്ട്. മനസ്സിലായല്ലോ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയൻ, റൈബോസോം, ഫേനം എന്നിവയുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ് കേട്ടോടാ. ഓക്കെ, ഇവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയോൺ ഫുൾ ആയിട്ട് എഴുതുന്നില്ല, ഇവിടെ ഉണ്ട് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഒന്ന് ബോക്സ് ആക്കിയിട്ട് എളുപ്പമാക്കി തരികയാണേ. റൈബോസോം, ഫേനം, ഇത് എല്ലാം എവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇനി വ്യത്യാസം എന്താണ്? ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്ന കോശസ്തരങ്ങൾ സസ്യകോശങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്? ഇവിടെ എക്സ്ട്രാ ആയിട്ട് കാണപ്പെടുന്നത് കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റും മാത്രമാണ് അല്ലെ. കോശഭിത്തിയും സോറി ഇത് ഇവിടെയാണ് കാണപ്പെടുന്നത്, സസ്യകോശത്തിലാണ് അല്ലെ. ക്ലോറോപ്ലാസ്റ്റും അല്ലെ, ക്ലോറോപ്ലാസ്റ്റും പിന്നെ ഏതാണ്, കോശഭിത്തിയും എവിടെ കാണപ്പെടുന്നു? സസ്യകോശത്തിൽ കാണപ്പെടുന്നു. ഓക്കെ, അതേപോലെ ഒരു പോയിന്റും കൂടി പഠിച്ചു വെക്കണം. സസ്യകോശങ്ങളിൽ ഫേനം എന്ന് പറയുന്നത്, ഈ ഫേനം എന്ന് പറയുന്നത് വലുതാണ് കേട്ടോ. സസ്യകോശങ്ങളിലെ ഫേനം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാലേ മാർക്കൊക്കെ അങ്ങോട്ട് നിങ്ങൾ സ്കോർ ചെയ്താലുണ്ടല്ലോ, റാങ്ക് അങ്ങോട്ട് മുന്നിലേക്ക് അങ്ങോട്ട് കുതിക്കും കേട്ടോ. ഫേനം എന്താണ്? സസ്യകോശങ്ങളിലെ ഫേനം എന്ന് പറയുന്നത് വലുതാണ്. ജന്തുകോശങ്ങളിൽ ഫേനം ചെറുതാണ് കേട്ടോ. ജന്തുകോശങ്ങളിൽ ഫേനം ചെറുതാണ്, സസ്യകോശങ്ങളിൽ ഫേനം വലുതാണ്. മനസ്സിലാക്കണേ.
കൺഫ്യൂഷൻ വരാൻ പാടില്ല. അന്ന് ഞാൻ സസ്യകോശത്തിലാണോ ജന്തുകോശത്തിലാണോ ഫേനം വലുത് എന്ന് പഠിച്ചത്? തെറ്റാൻ പാടുമോ? ഇല്ല. സസ്യകോശങ്ങളിലാണ് ഫേനം വലുത് എന്ന് പഠിക്കണം. സസ്യകോശം, സസ്യങ്ങൾ ട്ടോ, സസ്യങ്ങളിലാണ് വലുത് എന്ന് പഠിക്കണം. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ അവിടെ കോശം എന്താണ് എന്ന് പഠിച്ചു, ഏകകോശ ജീവികൾ പഠിച്ചു, ബഹുകോശ ജീവികൾ പഠിച്ചു, സസ്യ കോശങ്ങളെ കുറിച്ച് പഠിച്ചു, ജന്തുകോശങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായും സ്പഷ്ടമായും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഏരിയയിലേക്ക് കടക്കുകയാണ്, കലകൾ. ഓക്കെ, ഇനി അടുത്തത് കലകൾ. ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണല്ലോ. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ തരം കോശമായിരിക്കുമോ കാണുന്നത്? നമ്മുടെ എല്ലാ ഭാഗത്തും ഒരേ തരം കോശമാണോ കാണുന്നത്? എന്താണ് ഉത്തരം? മനുഷ്യ ശരീരം വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. ഏതൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങൾ നിർമ്മിതമാണ്? നാഡീകോശങ്ങളുണ്ട്, രക്തകോശങ്ങളുണ്ട്, പേശികോശങ്ങൾ എന്നിങ്ങനെ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. ഒരു പോയിന്റ് നോട്ട് ചെയ്യണം കേട്ടോ. 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. ഇവയുടേതെല്ലാം ധർമ്മങ്ങൾ ഒരുപോലെയല്ല, ആകൃതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അത് നമുക്ക് നേരത്തെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. നമ്മൾ കുറെ കോശങ്ങളെ പഠിച്ചു. ഓരോരോ കോശവും ധർമ്മങ്ങൾ ഒരേ ധർമ്മമാണ് നിർവഹിക്കുന്നത്? അല്ല, വ്യത്യസ്ത ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്, ഇല്ലേ? അതേപോലെ മനുഷ്യ ശരീരം വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. മനുഷ്യ ശരീരമാണ് കേട്ടോ. ഇവിടെ എന്താ പഠിക്കുന്നത്? മനുഷ്യ ശരീരമാണ്. നമ്മൾ നേരത്തെ ജന്തു ശരീരത്തിലും സസ്യ ശരീരത്തിലും ഒക്കെയാണ് പഠിച്ചു വന്നത് കോശങ്ങളെ കുറിച്ചിട്ട്. ഇതിന് മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ എന്ന് പറയുന്നത് നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ, പേശികോശങ്ങൾ എന്നിങ്ങനെ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. എന്നാൽ ഇവയുടെതെല്ലാം ധർമ്മങ്ങൾ ഒരുപോലെയല്ല, ആകൃതിയും എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് കലകൾ? ടിഷ്യൂ, അല്ലെ? സമാനമായ ആകൃതി ഉള്ളവയും ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടത്തെയാണ് കലകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ കോശങ്ങൾ പഠിച്ച സമയത്ത് നമ്മൾ എന്താ പറഞ്ഞത്? വ്യത്യസ്ത ഇനം കോശങ്ങൾ എന്ന് പറഞ്ഞു, അല്ലെ? വ്യത്യസ്തമായിട്ടുള്ള കോശങ്ങളുണ്ട്, ധർമ്മങ്ങൾ വ്യത്യസ്തം പോലെയാണ്, ആകൃതി വ്യത്യസ്തമാണ്. ഇതെല്ലാം എന്താണ്? വ്യത്യാസം നിലനിർത്തുന്നതാണ്. എന്നാൽ കലകളിൽ എങ്ങനെയല്ല, ഒരേ ആകൃതി, അല്ലെ? ഒരേ ആകൃതി, ഒരേ ധർമ്മം, അല്ലേ? ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടത്തെയാണ് കലകൾ എന്ന് വിളിക്കുന്നത്. ഇനി പലതരം കലകൾ ഉണ്ട്. കലകൾ എന്ന് പറയുമ്പോൾ ടിഷ്യൂസ് ആണ്. ആവരണ കലകൾ ഉണ്ട്, നാഡീ കലകളുണ്ട്, പേശി കലകളുണ്ട്. ഓക്കെയാണോ? അപ്പൊ ആവരണം പറയുമ്പോൾ പൊതിഞ്ഞാണ്, അല്ലെ? ജന്തുക്കളുടെ ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗമാണ് ത്വക്ക് എന്ന് പറയുന്നത്. ഇത് കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇവയാണ് ആവരണ കല എന്ന് പറയുന്നത്. ത്വക്കിനെ ആവരണം ചെയ്യുന്ന കല, ത്വക്കിനെ ആവരണം ചെയ്യുന്നത് ആവരണ കലയാണ്. ഇനി എന്താണ് നാഡീകലകൾ? നാഡീകോശങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടാകുന്നതാണ് നാഡീകലകൾ. ആ വാക്കിൽ നിന്ന് എടുക്കുക. നാഡീകോശങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് നാഡീകലകൾ. ഇനി പേശികലകൾ. പേശികോശങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് പേശികോശങ്ങൾ. എളുപ്പമാണ്, അല്ലെ? വാക്കിൽ നിന്ന് തന്നെ എടുക്കാം. ജന്തുക്കളുടെ ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗമാണ് ത്വക്ക്, കോശങ്ങളുടെ കൂട്ടായ്മയാണ്. ഇവയാണ് ആവരണ കല. നാഡീകലകൾ നാഡീകോശങ്ങൾ കൂടിച്ചേർന്നതും, പേശികലകൾ പേശികോശങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നതുമാണ്. ഇനി കോശങ്ങൾ ചേർന്ന കലകൾ ഉണ്ടാകുന്നു. അനേക കലകൾ ഒന്നിച്ചു ചേർന്നാലോ? ഒരുപാട് കോശങ്ങൾ കൂടിച്ചേർന്ന് എന്താകും? കലകൾ കൂടി ഉണ്ടാവും. എന്നാൽ ഈ ഒരുപാട് കലകൾ ചേർന്ന് ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. കലകൾ ചേർന്ന് വിവിധ അവയവങ്ങൾ ഉണ്ടാകുന്നു. ഉദാഹരണം കരള്, ഹൃദയം. മനസ്സിലായോ? ശ്രദ്ധിക്കണേ. ഒരുപാട് കോശങ്ങൾ ചേർന്ന് കലകൾ രൂപപ്പെടുന്നു. കലകൾ രൂപപ്പെടുന്നതിന്റെ ഫലമായി അവയവങ്ങൾ രൂപപ്പെടുന്നു. കലകളിൽ നിന്ന് അവയവങ്ങൾ രൂപപ്പെടുന്നു. ആ അവയവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കരളും ഹൃദയവും എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി താഴെ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? നാസാരന്ധ്രമുണ്ട്, ശ്വാസനാളമുണ്ട്, അതുപോലെ ശ്വാസകോശമുണ്ട്, അല്ലെ? നാസാരന്ധ്രം മൂക്കിൽ നിന്നും വരുന്നത്. ഓക്കെയാണോ? ഇത് നോക്കിക്കേ, ശ്വാസനാളം. ഓക്കെ, ശ്വാസകോശം. ഇവിടെ അവയവ വ്യവസ്ഥയെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. വ്യത്യസ്ത അവയവങ്ങൾ ഏകോപനത്തോടെ പ്രവർത്തിച്ച് അവയവ വ്യവസ്ഥയായിട്ട് മാറുന്നു. ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു, കരളും ഹൃദയവും ഒക്കെ എന്താണ്?
അവയവങ്ങൾക്ക് ഉദാഹരണമാണ് അല്ലെ. അങ്ങനെ വ്യത്യസ്ത അവയവങ്ങൾ ഏകോപനത്തോടെ പ്രവർത്തിച്ച് അവയവ വ്യവസ്ഥയായിട്ട് മാറുന്നു. അപ്പൊ ശ്വാസകോശം എന്ന് പറയുന്നത് എന്താണ്? ഒരു അവയവമാണ്. ശ്വാസകോശം അല്ലെ ഒരു അവയവമാണ് അല്ലെ. അവയവത്തിന് തകരാറ് ശ്വാസകോശത്തിന് സംഭവിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ആ ശ്വാസകോശം ഒരു അവയവമാണ്. അതുപോലെ നാസാരന്ധ്രങ്ങളും ശ്വാസനാളവും അവയവങ്ങളാണ്. ഇവ ചേർന്നിട്ടാണ് ശ്വസന വ്യവസ്ഥ ആകുന്നത്. അപ്പൊ നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഇപ്പൊ നമുക്ക് പറയും ശ്വാസകോശം ഒരു അവയവമാണ് അല്ലെ, പഠിക്കാൻ നമുക്ക് കിട്ടും. എന്നാൽ നാസാരന്ധ്രവും ശ്വാസനാളവും ഒരു അവയവമാണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അല്ല, എന്താണ് അവിടെ കൺഫ്യൂഷൻ വരാനില്ല, രണ്ടും എന്ത് തന്നെയാണ്? അവയവങ്ങൾ തന്നെയാണ്. രക്തപര്യന വ്യവസ്ഥ മറ്റൊരു അവയവ വ്യവസ്ഥയാണ്. രക്തപര്യന വ്യവസ്ഥ വ്യത്യസ്ത അവയവ വ്യവസ്ഥകൾ ചേർന്നാണ് ഒരു ജീവി ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. ഇനി കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളപ്പോ ആ ലെസൺസ് കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മൾ ടോപ്പിക്കുകൾ പഠിച്ചത് അതില് എന്താണ് കോശം എന്ന് വ്യക്തമായിട്ട് പഠിച്ചു. ഏകകോശ ജീവികളായ അമീബ, പാരമീസിയം, യുഗ്ലീന എന്നതിനെ കുറിച്ച് പഠിച്ചു. ബഹുകോശ ജീവികൾക്ക് എന്താണ് എന്ന് പഠിച്ചു, ഉദാഹരണങ്ങൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് സസ്യകോശങ്ങളെ കുറിച്ചിട്ട്, സസ്യകോശത്തെ കുറിച്ച് വിശദമായി പഠിച്ചു. സസ്യകോശങ്ങളുടെ ധർമ്മം എന്താണെന്ന് പഠിച്ചു. സസ്യകോശങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. അവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചു. അവയുടെ ജീവൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ചു. ജന്തുകോശങ്ങളെ കുറിച്ച് പഠിച്ചു. ജന്തുകോശങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ജീവൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചു. രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അങ്ങനെ അടുത്തത് നമ്മൾ കലകൾ എന്താണ് എന്ന് പഠിച്ചു. കലകളെ പഠിച്ചു. അവയവ വ്യവസ്ഥകളെ കുറിച്ചിട്ട് പഠിച്ചു. അവയവ വ്യവസ്ഥകള്, കലകൾ ഒക്കെ നമ്മൾ പഠിച്ചു കഴിയും. എങ്കിൽ ഈ ചോദ്യങ്ങള് ഒക്കെ ഇവിടെ എന്താണ് പഠിക്കാം അല്ലെ. തെറ്റിയിട്ടൊരു കാര്യമില്ല, നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ, ആൻസർ കാണുന്നുണ്ടാവും. ഇവിടെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. കോശങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്ത കോശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ കോശങ്ങളിലും കോശഭിത്തി ഉണ്ട്. എല്ലാ കോശങ്ങളിലും കോശഭിത്തി ഉണ്ട്. ശരിയല്ലാത്തതാണ് തിരഞ്ഞെടുക്കാൻ പറയുന്നത്. എല്ലാ കോശങ്ങളിലും കോശസ്തരമുണ്ട്. എല്ലാ കോശങ്ങളിലും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. എല്ലാ കോശങ്ങളിലും കോശദ്രവ്യമുണ്ട്. തെറ്റായ പ്രസ്താവനത്തിൽ ഏതാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കൂ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ പ്രസ്താവനകളിൽ നിന്ന് എത്തിച്ചേരാവുന്ന നിഗമനം എന്താണ്? ഓക്കെ ആണോ? എന്താണ്? ജീവജാലങ്ങളുടെ കോശങ്ങളിൽ വൈവിധ്യമില്ല. എല്ലാ വസ്തുക്കളുടെയും നിർമ്മാണ ഘടകം കോശമാണ്. എല്ലാ ജീവജാലങ്ങളുടെയും നിർമ്മാണ ഘടകം കോശമാണ്. എന്താണ് ഇവിടെ? ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ജന്തുശരീരവും സസ്യശരീരവും കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇതിൽ ഏറ്റവും നല്ല യോജിച്ച പ്രസ്താവന ഏതാണ്? എന്താണ് ജീവജാലങ്ങളുടെയും വസ്തുക്കളോ അങ്ങനെ ജീവജാലങ്ങളുടെ കോശങ്ങളിൽ വൈവിധ്യമില്ല, വസ്തുക്കളുടെ നിർമ്മാണം അങ്ങനെയല്ല. എല്ലാ ജീവജാലങ്ങളുടെയും നിർമ്മാണ ഘടകം കോശമാണ്. അത് മനുഷ്യനായാലും ജന്തുവായാലും സസ്യമായാലും. തന്നിരിക്കുന്നവയെ ക്രമമായിട്ട് എഴുതാൻ കോശങ്ങൾ, ജീവി, കലകൾ, അവയവ വ്യവസ്ഥ, അവയവം. ഇതെങ്ങനെ നമ്മൾ നേരത്തെ ക്രോഡീകരിച്ച് എഴുതിയില്ലേ നമ്മള്? അതേപോലെ ഓർഡർ ആക്കിയിട്ട് എഴുതുക കേട്ടോ. കോശങ്ങൾ ആദ്യം വരണം. അത് കഴിഞ്ഞ് നമ്മൾ ഏതാ പറഞ്ഞ? കലകൾ അല്ലെ. കോശങ്ങൾ ആദ്യം എഴുതി, കലകൾ എഴുതി, എന്നിട്ട് അവയവം എഴുതി അല്ലെ. അവയവം, പിന്നെ അവയവ വ്യവസ്ഥകൾ എഴുതുക, എന്നിട്ട് ജീവി കേട്ടോ. ഇത് ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കണേ. കോശങ്ങൾ, കലകൾ, അവയവം, അവയവ വ്യവസ്ഥകൾ, ജീവി. ഇനി ഏകകോശ ജീവികളുടെ കോശം ചെറുതും ബഹുകോശ ജീവികളുടെ കോശം വലുതുമാണ്. ഈ പ്രസ്താവനയുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ആണോ ഈ പ്രസ്താവന ശരിയല്ല അല്ലെ? ആണോ? ഏകകോശ ജീവി എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ കോശം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് ചെറുതാണ് എന്ന് ആരെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? എത്ര നേരമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലെ. ഈ പ്രസ്താവന ശരിയല്ല. ജീവികൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്, അല്ലാണ്ട് വലിപ്പത്തിലുള്ള വ്യത്യാസമല്ല കേട്ടോ. ഇപ്പൊ ഒരു ജീവിയിൽ ഇപ്പൊ ഒരു 10 കോശമാണെങ്കിൽ അടുത്ത ജീവിയിൽ ഒരു 20 കോശം ഉണ്ടാകും. ഓക്കെ, അത് വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല. എന്താണ് ആ കോശങ്ങളുടെ വലിപ്പത്തിന് കാരണം കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് കേട്ടോ. ഓക്കെ, എന്താണ് ജീവികൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തിന് കാരണം? ഇപ്പൊ ഒരു നായയുടെ വലിപ്പമാണോ ഒരു പൂച്ചയുടെ വലിപ്പം? അല്ല അല്ലെ. ആ വലിപ്പ വ്യത്യാസത്തിന് കാരണം എന്താന്ന് ചോദിച്ചാൽ കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്, അല്ലാണ്ട് കോശങ്ങൾ വലുതായപ്പോ നായി വലുതായതല്ല കേട്ടോ. കോശങ്ങൾ ചെറുതായപ്പോ നായി ചെറുതായതല്ല. അവയുടെ എണ്ണത്തില് ഒരു നമ്പറിൽ വന്ന വ്യത്യാസമാണ് അവയെ വലിപ്പവും ചെറുപ്പവും ഒക്കെ ആക്കി തീർത്തത്. പഠിച്ചു വെക്കാം. ഓക്കെ,
ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ, എടുക്കുന്ന രീതിയൊക്കെ മനസ്സിലാകുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യാട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. അത് മാത്രം മതി. അത്രയും നിങ്ങൾക്കൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു അഭിപ്രായം രേഖപ്പെടുത്തുക, അത്ര മാത്രമേ നിങ്ങൾക്കൊരു എക്സ്പെൻസ് ആയിട്ടുള്ളൂ. അപ്പൊ SCERT നമ്മൾ ഇത്രയും നേരത്തെ പറഞ്ഞ എല്ലാ ലെസൺസും നമുക്ക് എന്ത് ചെയ്യണം, ഡെയിലി ഒരു ലെസൺ എടുത്തു വരണം. അപ്പൊ നമുക്ക് കുറച്ച് ദിവസം നമുക്ക് ഈ ഫെബ്രുവരി കഴിയുമ്പോഴേക്കും തന്നെ എന്താകും, നമ്മുടെ ഏകദേശം ലെസൺ ഒക്കെ നമ്മുടെ ബയോളജി തീരും. നമുക്ക് അടുത്ത ഫിസിക്സും കെമിസ്ട്രിയിലേക്കും കിടക്കാം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് ഒരു ഹൈപ്പ് കാണിക്കുന്നുണ്ടാവും അല്ലേ, ആ ഹൈപ്പ് ഒന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്